നമസ്കാരം, റോഹിയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദെൻ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. കുറച്ച് മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ആൻഡ് എസ്പെഷ്യലി ഫോർ ദ ബിഷപ്പ് നോബൽ, ഹോപ്പ് യു ഡൂയിങ് ഗുഡ്. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചന്റെ പിറകെ പോകരുതെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ബിക്കോസ് it's very clear that സുധി എന്ന് പറയുന്ന സോള് കിച്ചുന്റെ കൂടെ ഉണ്ട്. സോ കിച്ചുന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. സോ വാട്ട് എവർ ഹീസ് ഡൂയിങ് റൈറ്റ് ഓർ റോങ്, യു ആർ നോ വൺ ടു ജഡ്ജ് ഹിം. ആർക്കും അവനെന്നല്ല ആരെയും ഭൂമിയിലെ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഗോഡ് തന്നിട്ടുണ്ടോ? പിന്നെ ബിഷപ്പ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ബിഷപ്പിനെ ജഡ്ജ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. So everything will come out very soon about you. Everything. ബിഷപ്പിന് അറിയാം ബിഷപ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. റൈറ്റ്? ബിഷപ്പിന്റെ ലൈഫ് ബിഫോർ യു ബിക്കം ബിഷപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് യു നോ വെരി വെൽ യുവർ സെൽഫ്. അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിലും ഇപ്പം ബിഷപ്പ് നോബലായിട്ട് ലൈഫ് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുന്ന ഒരു പവർ മുകളിലുണ്ട്. യു നോ ദാറ്റ്, റൈറ്റ്? ഈ ഭൂമിയിൽ ഒരുപാട് കുട്ടികള് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബട്ട് എസ്പെഷ്യലി ഞാൻ കിച്ചുന്റെ കാര്യം ഫ്രം മൈ സൈഡ് ഇഫ് ഐ എം ടെല്ലിങ് ദാറ്റ് ബിക്കോസ് ഐ എം ഗെറ്റിംഗ് ദ മെസ്സേജസ് ഫ്രം ദാറ്റ് സോൾ. അതുകൊണ്ടാണ് സുധിയുടെ സോൾ ഓൾവേസ് കിച്ചുന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞ പോലെ കിച്ചുന്റെ ഗാർഡിയൻ ഏഞ്ചൽ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഇറ്റ് ഇസ് ഹിസ് ഓൺ ഫാദർ, സുധിയാണ്. അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാവും. രേണു എന്നാണോ കിച്ചുവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തീർന്നത്, അന്ന് രേണുവിന് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ലൈഫ് വരാൻ തുടങ്ങി. ഷീ റീച്ച് ടു ബെറ്റ്. ഓക്കെ, സോൾ പവർ എന്ന് പറയുന്ന ചെറിയ കാര്യങ്ങളല്ല. They can give and they can take everything. So അങ്ങനെ ഒരു പവർ സുധിക്കുമുണ്ട്. സുധി is a good soul. He is also an angelic soul. എനിക്ക് ഇന്ന് ബിഷപ്പ് നോബലിനെ കുറച്ച് കാര്യങ്ങൾ I want to tell. ഞാൻ ഇത് സന്ദീപിനെ പേഴ്സണലി വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ബിഷപ്പ് നോബലിന്റെ കാര്യങ്ങളെല്ലാം വാട്ട് എവർ ഹി ഹാവ് ഡൺ ഇൻ ഹിസ് ലൈഫ്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ബിഷപ്പിന് അറിയാം നന്നായിട്ട്. വാട്ട് എവർ ഹി ഹാവ് ഡൺ അതൊക്കെ പുറത്തോട്ട് ഇപ്പം വരും. വൺ ബൈ വൺ പുറത്തോട്ട് വരും. ഓക്കെ, അതിനുള്ള എല്ലാ ഇൻഫർമേഷൻസും മെസ്സേജസും എല്ലാ ഡീറ്റെയിൽസും വളരെ ക്ലിയർ ആയിട്ട് എത്തുന്ന ആളാണ് സന്ദീപ് ലപ്പാൽ. ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് എവ്രിതിങ്. സന്ദീപിന് പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് എല്ലാ പ്രൂഫുകളും വന്നു ചേരുക. അത് ബിഷപ്പിന് നേരെയുള്ളതാണ്. Because that is his duty towards bishop. ഒരു പ്രാവശ്യം സോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആള്, the person who's living in this world, അവര് വെറുതെ രക്ഷപ്പെടില്ല. സോ ബിഷപ്പ് നോബലിനെ സുധി ചൂസ് ചെയ്ത് കഴിഞ്ഞു. സോ എന്താണ് ബിഷപ്പ് എന്നുള്ളത് എല്ലാവരും ഇപ്പം അറിയും അടുത്ത് തന്നെ, വളരെ ക്ലിയർ ആയിട്ട്. Got it? Then about റേണുവിന്റെ മാനേജർ കരീഷ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേണുവിനിപ്പം ഈ കാര്യങ്ങള് ഇതുപോലത്തെ ഒരു ഡിസീസ് പെട്ടെന്ന് അസുഖം വരാനും ഇതുപോലെ ബെഡിലൊക്കെ ആയതും സോളാണ്. ബിക്കോസ് റേണു ചെയ്ത കാര്യങ്ങൾ സോള് ഹാപ്പി ആയിരുന്നില്ല. ദാറ്റ് ഇസ് എ തിങ്. ദ അതർ തിങ്, രേണു കിച്ചുവിന്റെ പിറകെ പോയതിനു ശേഷം രേണുവിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അല്ലാത്ത ഇനി രേണുവിന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സുധിയും രവിയും എല്ലാവരും ഒന്നിച്ചുണ്ട്. സോ സുധി ഹാപ്പിയാവും റിഫനെ ഹെൽപ്പ് ചെയ്താൽ. ഓക്കെ, അത് രേണു എന്ത് ഹെൽപ്പാ ചെയ്യണമെന്ന് വെച്ചാൽ റേണുവിനെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. രേണു അറിയേണ്ട ഒരു കാര്യമുണ്ട്. രേണുവിനെ ചൂസ് ചെയ്തതാണ് അവിടെ ദുബായിലെത്തി എല്ലാ കാര്യങ്ങളും അറിയാനും
റിഫക്ക് വേണ്ടി സംസാരിക്കാനും. ദിസ് ഇസ് യുവർ ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി മറന്ന് ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് ചിന്തിച്ചാൽ അങ്ങനൊരു ലൈഫ് റേണുവിനില്ല. ഓക്കെ റേണു, ഐ എം വെരി സോറി ടു സേ ദിസ്. റേണുവിന്റെ അസുഖം എന്ന് പറയുന്ന ക്യാൻസർ, അത് വെരി സ്പ്രെഡബിൾ ആയിട്ടുള്ള ക്യാൻസർ ആണ് വന്നിട്ടുള്ളതെന്ന് അറിയാലോ. അത് സ്പ്രെഡ് ആവാതെ മിറക്കലി സേവ്ഡ് ആവണമെങ്കിൽ you have to speak what you know, whatever you know. എന്തൊക്കെ കാര്യങ്ങൾ ദുബായില് കരീഷ്മനെ കണക്ട് ചെയ്തിട്ടും അവിടുത്തെ സ്മഗ്ലിങ്ങിനെയും അവിടുത്തെ മാഫിയ ചിലപ്പം ഡീപ്പായിട്ട് റേണുവിന് അറിയില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷെ റേണു അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതിലുണ്ട് റിഫയിലോട്ട് എത്തേണ്ട കാര്യങ്ങൾ. അത് ആ സോളിന് ആവശ്യമാണ്. ആ സോള് റേണുവിനെ കൊണ്ട് പറപ്പിക്കും. ഇനി റേണു അത് പറയില്ല എന്ന് ഉറപ്പിച്ചിട്ട് നോ, ഐ എം നോട്ട് ഗോയിങ് ടു സേ, ഞാൻ ഇത് പറയില്ല, എനിക്ക് കരിഷ്മനെ അവരെയൊന്നും എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചാൽ റേണു നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. റേണു ഈ ഭൂമി വിട്ടു പോകുന്നതിനുള്ളിൽ നല്ല രീതിയിൽ അനുഭവിച്ചിട്ട് മാത്രമേ പോവുള്ളൂ. എന്തിനാ വെറുതെ അതിന്? എല്ലാവരും ലൈഫ് ഭൂമി വിട്ടു പോകും. റൈറ്റ്? സോ കുറച്ച് സ്മൂത്ത് ആയ രീതിയിൽ ഹാപ്പി ആയി എന്തായിട്ടും ലൈഫ് എന്താ പോകേണ്ടത് എന്തായിട്ടും പോകണം ഒരു ദിവസം ഫോർ ഷുവർ. നല്ല രീതിയിൽ അനുഭവിച്ച് എല്ലാവരെയും കൊണ്ട് മോശം പറയിപ്പിച്ചിട്ട് തന്നെ പോകണം എന്നാണ് റേണുവിനെങ്കിൽ റേണു ഞാൻ പറയുന്നത് അനുസരിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ട്, ഞാൻ പറയാനുണ്ട് എന്ന് റേണുവിന് അറിയെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ റേണുവിന്റെ നല്ലതിന് വേണ്ടിയാണ് ഈ മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നത്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ റേണു അല്ല, റേണുവിന്റെ ഫാമിലിയിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ പ്ലീസ്, റേണുവിന്റെ സിസ്റ്റർ ഇത് കാണുവാണെങ്കിൽ പ്ലീസ് റേണുവിനെ മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ സിസ്റ്ററോട് നല്ല സ്നേഹവും നിങ്ങളുടെ മകളോട് സ്നേഹവും ഉണ്ടെങ്കിൽ റേണുവിനെ അറിയുന്ന കാര്യങ്ങൾ സംസാരിക്കണം. റേണു ഇനി ഒരു തിരിച്ചു വരവ് വന്ന് ഇതേപോലെ ദുബായിൽ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നോർത്ത് കരിഷ്മനെ ഞാൻ പറഞ്ഞ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പുറത്ത് കൊണ്ടുവരില്ല എന്ന് ചിന്തിക്കുവാണെങ്കിൽ റേണുവിന് തെറ്റുപറ്റി. ഓക്കെ റേണു, ദാറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അഗൈൻ. ഓക്കെ റേണു, റേണുവിന് റിതപ്പിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഓപ്പൺ യുവർ സെൽഫ്. പിന്നെ ഓൾ ദ വ്യൂവേഴ്സ്, ആരൊക്കെ ഇത് കാണുന്ന വീഡിയോസ് കാണുന്ന എല്ലാവരും വിചാരിക്കും വായ് റൂഹി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എല്ലാ വീഡിയോസിലും പറഞ്ഞ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നെന്ന് ചിന്തിക്കും ചിലപ്പം. കാരണം ചില മെസ്സേജസ് നമ്മൾ പാസ് ചെയ്താല് ചില ആൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ അത് എന്റെ ഡ്യൂട്ടിയാണ്. ദാറ്റ് ഐ ഹാവ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ. അത് അവരിലോട്ട് എത്തുന്നത് വരെ ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി. സോ ആസ് എ വീഡിയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത്. ആരൊക്കെ റേണുവിനെ സ്നേഹിക്കുന്നോ ഇഷ്ടപ്പെടുന്നു ഇതിനെ നെഗറ്റീവോ ഒപ്പോസ് ആയിട്ട് എടുക്കാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇഫ് ഷീ ഹാവ് ടു കം ബാക്ക് ടു ദ ലൈഫ് ഇൻ ദ നോർമൽ വേ, സാധാരണ അസുഖമൊക്കെ മാറി എല്ലാവരും തിരിച്ചു വരുന്നത് പോലെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യണം. സോ റേണുവിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഐ തിങ്ക് സജീന റേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ. റേണുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാം പറയുന്നത്, can understand. പക്ഷെ റൂഹി ആരാന്ന് അറിയാതെ റൂഹിയുടെ വെറുതെ റോസ്റ്റ് ചെയ്യാൻ വരണ്ട. ഓക്കെ സജീന, റൂഹി പറഞ്ഞ കാര്യങ്ങളൊക്കെ സജീനക്ക് റേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, അല്ലാതെ ഒപ്പോസായി നിന്നാൽ ഓക്കെ. സജീന ഈ വീഡിയോ കാണുവാണെങ്കിൽ റേണുവിന് നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ലാതെ ഒപ്പോസായി നിന്നിട്ട് വേണ്ട റേണു അതിനൊന്നും റേണു നിൽക്കണ്ട പറയണ്ട എന്ന് പറഞ്ഞ സജീന സപ്പോർട്ട് ചെയ്ത് റേണുവിനെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ യു വിൽ കം ടു നോ വെരി സൂൺ. സജീൻ അത്രയേ ഉള്ളൂ. ഓക്കെ,
ഞാൻ ഇന്ന് വീഡിയോ എടുക്കുമ്പം എനിക്ക് 2 പേരെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഐ കേം ഇൻ എ വീഡിയോ ദാറ്റ് ഇസ് എസ്പെഷ്യലി ടു ദ ബിഷപ്പ് ആൻഡ് ഷെഫീന ബീവി. അവർ 2 പേരെടുത്തായിരുന്നു. റേണുവിന്റെ അടുത്ത് പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഐ എം ടെലിംഗ്. ബട്ട് ഷെഫീന ബീവിന്റെ അടുത്ത് പറഞ്ഞുള്ള കാര്യങ്ങൾ ഞാൻ ഐ എം ജസ്റ്റ് കമ്മിങ് ലൈക്ക് ദിസ് ആൻഡ് സ്പീക്കിംഗ് ബിക്കോസ് എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഷെഫീനെ. വൺ തിങ്, യു ആർ നോട്ട് അറ്റൻഡിങ് മൈ കോൾ. ദ അതർ തിങ്, ഞാൻ ഷെഫീനോട് കുറച്ച് കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബായിലുള്ള സ്മഗ്ലിംഗ് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഷെഫീനടുത്ത് അടുത്ത് വന്നിട്ടുണ്ട്. എല്ലാ പ്രൂഫുകളും പറയുന്ന കാര്യങ്ങളൊക്കെ 100% ആക്യുറേറ്റ് ആണ്. ഈ മഫിയയുടെ കാര്യങ്ങളും സ്മഗ്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ 100% ആക്യുറേറ്റ് ആണ് ഞാൻ എന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെഫീനൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് യു സ്റ്റോപ്ഡ്. എല്ലാ ഡീറ്റെയിൽസും മീൻസ് ഓൾ ദ പ്രൂഫ്സ്, വരാനുള്ള എല്ലാ പ്രൂഫും, ഇപ്പം ബിഷപ്പ് നോബലിലുള്ള വരാനുള്ള എല്ലാ പ്രൂഫും സന്ദീപ് ഇടപ്പാളിനാണ് എത്തിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫ്രം ദുബായ് whatever is happening about the smuggling, sex racket, everything, എല്ലാ കാര്യങ്ങളും അതിനുള്ള എല്ലാ ഇൻഫർമേഷൻസും എത്തിച്ചത് ആർക്കാണ്? ഷെഫീന ബീവിക്കാണ്. അതെന്തിനാണ് തന്നത്? നോട്ട് ടു കീപ് ഇറ്റ് വിത്ത് യു, കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനായിരുന്നില്ല. യു ഹാവ് ടു പ്രൊസീഡ് ഫോർ ദാറ്റ്. അത് പ്രൊസീഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെഫീന അത് ചെയ്യും എന്നാണ് ഞാൻ കേട്ടത്. ബട്ട് നൗ ഡേയ്സ് ഞാൻ ഒരു വീഡിയോസിൽ കണ്ടു ദാറ്റ് യു ആർ സ്കെയർഡ്. ഷെഫീനെ പേടിയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ബിക്കോസ് യു ഹാവ് 2 kids, എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീട് ആയാലോ എന്ന്. ഇത് പ്രൊസീഡ് ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം ഷെഫീൻ. ഈ കാര്യങ്ങളൊക്കെ കയ്യിലോട്ട് എത്തിച്ചു തന്നിട്ട് യു ഹാവ് യുവർ ഡ്യൂട്ടീസ് ടു ഡു ഫോർ ദിസ്. ഞാൻ വിളിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ദിസ് ഇസ് ഓൾ ഫോർ ദി സോൾസ്. ഷെഫീന അത് കേൾക്കാതെ, ഇല്ല ഞാൻ ഇതൊന്നും പ്രൊസീഡ് ചെയ്യില്ല, എനിക്ക് പേടിയാണ്, ഇതൊക്കെ ഞാൻ സൈഡിൽ വെക്കുവാണ്. ആൻഡ് യു ആർ ടെല്ലിംഗ് ദാറ്റ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ഔട്ട്. ഷെഫീനൊക്കെ സംഭവിച്ചിട്ട് ഇത് പുറത്ത് വരാനല്ല ഷെഫീനയുടെ കയ്യിലോട്ട് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചത്. വളരെ ക്ലിയർ ആണ്. യു നോ ദാറ്റ് ആ എല്ലാ ഡീറ്റെയിൽസും ഷെഫീനക്ക് പോലും ഇറ്റ് വാസ് ഷോക്കിംഗ്. അതെങ്ങനെയാണ് കയ്യിൽ വന്നെത്തിയത്, റൈറ്റ്? എത്തിച്ചു തന്നതാണ്. ബിക്കോസ് യു ഹാവ് യുവർ ഡ്യൂട്ടി ടു ഡു ഇറ്റ്. അത് മറന്നിട്ട് ബാക്കി വേറെ കണ്ടന്റ്സിൽ പിറകെ പോകണ്ടെന്നല്ല. യു ആർ ഡൂയിങ്, ദാറ്റ് ഈസ് യുവർ വർക്ക് ടു ഡു. പക്ഷെ അതെല്ലാം ഫ്ലോപ്പ് ആവും, എല്ലാം ഓപ്പോസ് ആയി പോകും. ഇപ്പം എക്സാമ്പിൾ വരുന്നുണ്ടല്ലോ, whatever is coming from your mouth, ചിലപ്പം അവരവരെ കൺട്രോൾ ഇല്ലാതെ യുവർ നെയിം, യുവർ ഡിഗ്നിറ്റി, എവറിഥിങ് വിൽ ഗോ. വെറുതെ എന്തിനാ? സോളിന്റെ കാര്യങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാതെ ഇല്ല ഞാൻ ചെയ്യില്ല, ഞാനത് അവിടെ നിൽക്കാം, ഐ എം നോട്ട് ഡൂയിങ്, എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഷെഫീന, ഡോണ്ട് ഡു ദാറ്റ്. ഷെഫീനയുടെ കയ്യിൽ കുറേ പ്രൂഫ് വന്ന് ചേർന്നിട്ടുണ്ട്. അത് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നും ഷെഫീനക്ക് അറിയാം. സോ യു ഹാവ് ടു പ്രൊസീഡ് ദാറ്റ്. അത് പ്രൊസീഡ് ചെയ്യാതെ കയ്യിൽ വെച്ചോണ്ടിരിക്കാനാണെങ്കിൽ അതിന്റെ ഷെഫീനയിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമില്ലല്ലോ ഡയറക്ട്ലി. സോ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദീസ് ആർ മൈ മെസ്സേജസ്. ഞാൻ ബിഗിനിങ്ങിലേ പറഞ്ഞതാണ്, കുറച്ച് പേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോൾസ്. അത് ഗോഡ് കൊടുത്ത പാട്ടാണ്. അതില് ഷെഫീന ബീവി ഉണ്ട്. അത് റിഫക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി. യുനോ ദാറ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്ത് വരാനുണ്ട്. അവിടെ നിന്നുള്ള കാര്യങ്ങൾ, അവിടുന്ന് ചെയ്യുന്ന മാഫിയ, അവരുടെ എല്ലാ കാര്യങ്ങളും ഷെഫീന അടുത്ത് എത്തിയിട്ടുണ്ട്. സോ യു കാൻ സ്റ്റോപ്പ് യുവർ സെൽഫ് ലൈക്ക് ദിസ്. ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിച്ച് അതവിടെ പിടിച്ചിരുത്തിയാൽ ലൈഫ് തന്നെ ഓപ്പോസിറ്റ് ആവും ചിലപ്പം. സോ പ്ലീസ് ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഞാൻ ഇത് പറയാൻ വേണ്ടി ഐ ട്രൈഡ് യു, ഐ കോൾഡ് യു സെവറൽ ടൈംസ്, ബട്ട് എത്തിയിട്ടില്ല. ദാറ്റ് ഇസ് വൈ ഓപ്പൺലി ഐ എം ടെല്ലിംഗ് ദിസ്.